ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മൈദയിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഇന്ന് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ മുഴുവനായിട്ടും ബേക്കിംഗ് സോഡ ചേർത്താലും മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കാതെ ഫ്രഷ് ആയിട്ടുള്ള തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതിയാകും. പക്ഷേ നെയ്യാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ആദ്യം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. ഏകദേശം 1/4 കപ്പോളം വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അത് ഇതുപോലെ കുറച്ചായി ചേർത്ത് സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് സോഫ്റ്റായി പോവരുത് നമ്മളുടെ കൂട്ട്. അപ്പോൾ അതാ വെള്ളം ഇവിടെ കുറച്ചായി ചേർത്ത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഇതുപോലെ അമർത്തി ഒന്ന് നീഡ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ നീഡ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഒന്നിങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് നീഡ് ചെയ്തെടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഉള്ളിൽ ലെയറുകളൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്, എന്നാൽ ഒരുപാട് സോഫ്റ്റും അല്ല. ഈ ഒരു കൂട്ട് കുഴച്ചെടുക്കാൻ എനിക്ക് 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. പുറമെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യാക്കി കൊടുക്കുന്നത്. ഇതുപോലെ നെയ്യാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളൊക്കെ റെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ടുള്ള പഞ്ചസാര സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് പഞ്ചസാര പാനിയാക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചസാര പാനി റെഡിയായി കിട്ടും. ഒറ്റനൂൽ പരുവൊന്നുമില്ല. ആ ഒരു കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് തോന്നണം, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു തിക്കായിട്ടുള്ള എണ്ണയിലോ അല്ലെങ്കിൽ തേനിലോ തൊടുന്ന ആ ഒരു ഫീല് കിട്ടും. ആ ഒരു രീതിക്ക് ആയി കിട്ടിയാൽ മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചൂട് ആറിപ്പോവരുത്, അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കൂട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ വലുതാവും. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് മനസ്സിൽ കണ്ടിട്ട് ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട്. അത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൈയിൻ്റെ ഒരു വിരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ 9 എണ്ണമാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ ഒരുപാട് ചൂടായി പോവരുത്. എണ്ണ ജസ്റ്റ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് മെല്ലെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തോളൂ. എണ്ണ ഒരുപാട് ചൂടായിട്ടിരിക്കരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി എണ്ണയുടെ മുകളിലേക്ക് വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേ കളറൊക്കെ മാറി പെട്ടെന്ന് ആ ഒരു ഡാർക്ക് ആവുന്നേ ഉള്ളൂ. ആ ഒരു ലെയറുകളൊന്നും ഉള്ളിൽ വരില്ല. അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങിയൊന്നും വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കൂ, പാകത്തിന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയിൽ നിന്നും കോരി മാറ്റുമ്പോൾ ആ ഒരു കുഴി കൊടുത്ത ഭാഗം അടിയിലേക്കായി വെക്കുന്ന രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ആ ഒരു സമയത്ത് ഷുഗർ സിറപ്പും അത്യാവശ്യം ചൂട് വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് അടച്ച് വെക്കുകയാണെങ്കിൽ കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ദാ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇത് ഷുഗർ സിറപ്പിൽ കിടക്കട്ടെ. ആ ഒരു സമയമാകുമ്പോഴേക്കും ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ട് വരും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബദാമും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ബാദുഷയാണ്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.